ഈശോയുടെ തിരുഹൃദയത്തിനെ നമുക്കാണല്ലോ. അതായത് കുന്തത്താൽ കുത്തപ്പെട്ട, കുത്തിത്തുളയ്ക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയം. അതിന് ചുറ്റും ആ ആ, മുൾക്കിരീടം ആ, ചുറ്റപ്പെട്ട് നിൽക്കുന്നു. അതിന്റെ മേളിലായിട്ട് കുത്തി നാട്ടിയ ഒരു കുരിശ് നമുക്ക് കാണാം. പിന്നെ ഒരു കത്തി ജ്വലിക്കുന്ന ഒരു തീജ്വാലയും നമുക്ക് അതിന് ചുറ്റും കാണാൻ സാധിക്കും. അതെല്ലാത്തിനും ഓരോ പ്രതീകമുണ്ട്. ഒന്നാമതായിട്ട് ഈശോയുടെ തിരുഹൃദയം കുന്തത്താൽ കുത്തപ്പെട്ട തിരുഹൃദയമാണ്. അത് എന്താണ്? തുറക്കപ്പെട്ട ഹൃദയമാണ്. ഇന്നൊരു അച്ഛൻ രാവിലെ എന്നെ വിളിച്ചപ്പോൾ ഇങ്ങനെ പറയുകയാണേ, അതായത് ഈശോയ്ക്ക് കണ്ണുകൊണ്ട് കണ്ട് മതിയായില്ലായിരുന്നു മനുഷ്യര്. നല്ല ദൈവത്തിന് കണ്ണുകൊണ്ട് നമ്മളെ കണ്ട് മതിയായില്ല. അതുകൊണ്ട് അവൻ ഹൃദയം തുറന്ന് ഹൃദയം കൊണ്ട് നമ്മളെ നോക്കുകയാണ്. ഹൃദയത്തിന്റെ ഭാവം നമുക്കറിയാം, സ്നേഹമാണ്. അപ്പൊ ഈ കുത്തി തുളയ്ക്കപ്പെട്ട ഒരു സിംബലൈസ് ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോയുടെ സ്നേഹം നമ്മളോടുള്ള അഗാധമായ സ്നേഹമാണ്. അതായത് അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ചിന്തി മരിച്ചു എന്നുള്ളതാണ് കാണുന്നത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ഈ മുള്ള് ഉണ്ടോ, ഒരു മുള്ള് ഈശോയുടെ തിരുഹൃദയത്തെ വരിഞ്ഞു മുറുക്കി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യമക്കൾ ചെയ്യുന്ന പാപവും തിരസ്കരണവും മൂലം ഉണ്ടാകുന്ന ഈശോയുടെ വേദനയെ സൂചിപ്പിക്കാനാണ്. നമുക്ക് വേണ്ടി തുടിക്കുന്ന ആ ഒരു ഹൃദയം എത്ര വേദനിപ്പിച്ചാലും എന്തേരെ തിരസ്കരിച്ചാലും നമുക്ക് വേണ്ടി ഈ തുടിക്കുന്ന ആ ഒരു ഹൃദയത്തെ ആ ചുറ്റപ്പെട്ട മുള്ള് സൂചിപ്പിക്കുകയാണ്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ആ കുരിശാണ്. ഒരു കുരിശ് കണ്ടോ, മൂന്നാമതായിട്ട് കുത്തി നാട്ടിയ ഒരു കുരിശാണ് നമ്മൾ കാണുന്നത്. അതായത് സ്നേഹത്തിന് വേണ്ടി നമുക്ക് വേണ്ടി കുരിശെടുക്കാൻ തയ്യാറായി, ജീവൻ ബലി കഴിക്കാൻ തയ്യാറായതിന്റെ ഏറ്റവും വലിയ പ്രതീകമാണ് ആ കുരിശ്. അതായത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശാകുന്ന ഭാരം വഹിച്ചതിനെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. നാലാമതായിട്ട് നമ്മൾ കാണുന്നതാണ് തീനാളം. കത്തിജ്വലിക്കുന്ന തീനാളം നമ്മൾ കാണുന്നുണ്ട്. കെടാത്ത അഗ്നി. നമ്മയെല്ലാം സ്നേഹത്തിന്റെ അഗ്നി കൊണ്ട്, സ്നേഹത്തിന്റെ ചൂട് കൊണ്ട് ഈശോ ജ്വലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരിതാണ്.